ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡില് ലാലേട്ടൻ ഒരു കാര്യം പറയുന്നുണ്ട്. അത് എനിക്ക് പുതിയൊരു നോളജ് ആയിരുന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോഴാണ് ആര്യൻ ഇത് ചെയ്തിട്ടുണ്ട്. ഈ കൃത്യം ചെയ്തിരിക്കുന്നത് ആര്യനാണ് എന്നുള്ള കാര്യത്തിൽ 100 അല്ല 150% ഉറപ്പ് എനിക്കുണ്ട്. ഈ ക്ലിപ്പ് വൈറലായിരുന്നു. ഇത് ഒരുപാട് പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. ഇത് ആര്യനെ കൈയോടെ പൊക്കിയിരിക്കുന്ന കേസും കൂടിയാണ് ഇത്. എന്താണെന്നല്ലേ പറയാം. ആ ഒരു ടാസ്കിൽ ആര്യന് ലഭിച്ചത് 4 സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡുകളാണ്. അതില് 2 എണ്ണം പണിയായിരുന്നു. 2 എണ്ണം അഫ്കോഴ്സ് ടിക്കറ്റ് ഫിനാലെ ബോണസിലേക്കുള്ള പോയിന്റുകളാണ്. ബിഗ് ബോസ് അനൗൺസ് ചെയ്ത സമയത്ത്, കള്ളക്കളി എന്നോട് വേണ്ട എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത സമയത്ത് ആര്യൻ ഈ 2 എണ്ണവും കാണിച്ചിരുന്നു. ഇത് രണ്ടിലും പെടാത്ത ഒരു കാർഡും കൂടി ഉണ്ടായിരുന്നു. ആ കാർഡാണ് ആര്യൻ സോഫയ്ക്കുള്ളിലേക്ക് ഒളിപ്പിച്ചു വെച്ചത്. ടോട്ടൽ 5 പോയിന്റ് ഉണ്ട് കേട്ടോ, 5 കോയിൻ ഉണ്ട്. അതിൽ ഒരെണ്ണം അത് പണിയുടെ കാർഡായിരുന്നു. പണിയായിരുന്നു ആ കാർഡ്. 3 പണിയാണ് ആര്യന് ടോട്ടൽ ലഭിച്ചത്. അത് ഇച്ചിരി എന്തോ സ്ക്രാച്ച് ചെയ്തൊരു കോയിൻ ആണെന്നാണ് പറയുന്നത്. ഇതിൽ എഴുതിയിരുന്നത് എന്താണ് എന്നുള്ളത് ലാലേട്ടൻ പറയുന്നുണ്ട്. ഒരാള് അപ്പൊ തന്നെ ജയിലിലേക്ക് പോകണം. ഇത് കിട്ടിയിരിക്കുന്ന ഒരാള് അപ്പൊ തന്നെ ജയിലിലേക്ക് പോകണം എന്നാണ് ആ ഒരു കാർഡിനകത്ത് എഴുതിയിരുന്നത്. അപ്പൊ ആര്യൻ ജയിലിൽ രക്ഷപ്പെടാനായിട്ട്, ജയിലിൽ പോകാതിരിക്കാനായിട്ട് അതിനകത്തേക്ക് കയറ്റി വെച്ചിരിക്കുന്നതാണ് ആ ഒരു സംഭവം. അത് ലാലേട്ടൻ വീണ്ടും ചോദിക്കുന്ന സമയത്തും ഈ ആര്യൻ അത് എടുക്കുന്നില്ല. എന്തൊരു കള്ളനാണെന്ന് നോക്കിയാണ്, കള്ളപ്പെടുവ. ആര്യൻ അത് എടുക്കുന്നില്ല. എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്, ഡബിൾ പണി ഞാൻ തരും, നിങ്ങളിത് തപ്പിപ്പിടിച്ച് കൊണ്ട് തന്നില്ലെങ്കിൽ ഡബിൾ പണി ഞാൻ തരുമെന്ന് പറയുന്നത്. എന്നിട്ടും ആര്യൻ ഇത് എടുക്കുന്നില്ല. ആര്യൻ ഇത് തപ്പിയെടുത്ത് കൊടുക്കുന്നില്ല ലാലേട്ടൻ്റെ കയ്യിൽ തിരിച്ച്. ലാലേട്ടൻ ഇത് വിടുന്നുണ്ട്, ഈ കേസ് വിട്ട് കളയുന്നുണ്ട്. ആര്യൻ ഒരു പണി കൊടുക്കാൻ പറ്റിയ അവസരമായിരുന്നു, ജയിലിലേക്ക് വിടാൻ പറ്റിയ ഒരു അവസരമായിരുന്നു. അൺഫെയർ ആയിട്ട് ഒരാളെ 4 തവണ ജയിലിൽ വിടാൻ വേണ്ടി ചുക്കാൻ പിടിച്ച ഒരാളാണ് ഈ ആര്യൻ. അപ്പൊ ആര്യൻ ഈ ജയിലിൽ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തത് എന്താണെന്ന് കണ്ടില്ലേ? മഹാ കള്ളത്തരമാണ് കാണിച്ചത്, വൻ ചെറ്റത്തരമാണ് കാണിച്ചതെന്ന് തന്നെ നിസ്സംശയം പറയാനായിട്ട് പറ്റും. ഇത്രയും ഫേക്ക് ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് വേറെ ഇല്ല. ഈ ഒരു ടാസ്കിൽ ടോപ്പ് വരാനായിട്ട് ബിഗ് ബോസ് പോലും ആര്യന് കൂട്ടുനിന്നുവെന്ന് വേണം പറയാനായിട്ട്. ഈ ഒരു ഗെയിമിൽ അവസാനത്തെ ആ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ ടാസ്കിൽ ആര്യന്റെ പോയിന്റുകൾ അസാധുവാക്കണമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയും വലിയ കള്ളത്തരം കാണിച്ചിട്ട്, ഇത്രയും വലിയ സ്കാം കാണിച്ചിട്ട് ആര്യൻ ആ ഒരു ടാസ്ക് ജയിക്കാൻ പാടില്ലായിരുന്നു. ആര്യൻ അല്ല ജയിച്ചതെങ്കിലും ആര്യന്റെ പോയിന്റുകൾ അസാധുവാക്കണമായിരുന്നു ആ ഒരു ടാസ്കിലെ. അപ്പം ഉറപ്പായിട്ടും ആര്യൻ 2ാമതോ 3ാമതോ വന്നേനെ. അനീഷ് മുകളിലും വന്നേനെ. അനീഷ് ആയിരുന്നു ശരിക്കും ജയിക്കേണ്ടിയിരുന്നത്. 3 ദിവസവും അത്രയധികം ഹാർഡ് വർക്ക് ഇട്ട് തന്നെയാണ് അനീഷ് ഗെയിം കളിച്ചത്. അടിച്ചു പിച്ചി മാന്തി അതൊക്കെ മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ അത് പറയേണ്ടവർ പറഞ്ഞോളൂ. പക്ഷെ ആ ഗെയിമിൽ അനീഷ് അത്രയും മികച്ച രീതിയിലാണ് ഗെയിം കളിച്ചത്. അപ്പോൾ ടോപ്പിൽ വരാൻ തീർച്ചയായിട്ടും അനീഷ് ഡിസേർവിംഗ് ആയിരുന്നു. ബിഗ് ബോസ് പക്ഷെ ആര്യന് കൂട്ടുനിന്നു. ഇപ്പൊ പോലും ലാലേട്ടന്റെ വെച്ച് പോലും ബിഗ് ബോസ് ശ്രമിക്കുന്നത് എന്താണ്? ആര്യനെ ചുക്കാൻ പിടിക്കാനാണ്. ആര്യൻ ചെയ്യുന്ന കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കാനായിട്ടാണ് ബിഗ് ബോസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മോശമായി പോയി ഈ ഒരു പണി. ഇത് ലാലേട്ടൻ ആര്യന് കൊടുക്കേണ്ട പണിയായിരുന്നു, അത് കൊടുത്തില്ല. പ്രേക്ഷകർ കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.